Hi students, welcome to Text Tutor Academy. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ വൈൽഡ് ലൈഫ് ഫാമിലിനെ കുറിച്ചും നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചും തോൺ ആൻഡ് സ്ട്രബ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് സ്ലൈഡിലേക്ക് പോയാലോ? ഓക്കെ, ഫസ്റ്റ് സ്ലൈഡ്. Okay. നോക്കിക്കേ മക്കള്, our country India is one of the 12 mega biodiversity country of the world അല്ലെ. നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 12 മെഗാ ബയോഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന രാജ്യമാണ്. വേൾഡ് വൈസ് നോക്കുമ്പോൾ നമ്മുടെ കൺട്രി എന്ന് പറയുന്ന ഡൈവേഴ്സിറ്റി, പല പല ആനിമൽ സ്പീഷീസും പല പല പ്ലാന്റ് സ്പീഷീസും വൈൽഡ് ലൈഫ് സ്പീഷീസ് എല്ലാം അടങ്ങുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള, വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റി കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. നെക്സ്റ്റ് പോയിന്റ് മക്കളെ നോക്കിക്കേ, വിത്ത് അബൌട്ട് ഈ ഒരു ഡൈവേഴ്സിറ്റിക്ക് കാരണം എന്താ, റീസൺ എന്താ നോക്കിയാലോ. വിത്ത് അബൌട്ട് 47,000 പ്ലാന്റ് സ്പീഷീസ് വെയർ ഇൻ ഇന്ത്യ. 47,000 പ്ലാന്റ് സ്പീഷീസ്, പല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ് സ്പീഷീസ് എവിടെ ഉണ്ട് എന്ന് പറയുന്ന മക്കളെ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്നല്ലേ പറയുന്നത്. Okay, and India occupies 10th place in the world and 4th in Asia in plant diversity. Plant diversity ന്റെ കാര്യത്തില് പല ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിന്റെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യന്റെ പൊസിഷൻ വേൾഡ് വൈസ് എത്രാമത്തെയാണ്? വേൾഡ് വൈസ് നോക്കുമ്പോ 10th പൊസിഷൻ ആണ്. ഓക്കെ, ആൻഡ് 4th പൊസിഷൻ ഇൻ ഏഷ്യ. ഇന്ത്യക്ക് 4th പൊസിഷൻ ആണ് ഏഷ്യയിലുള്ളത്. അതുപോലെ തന്നെ 10th പൊസിഷൻ ഇൻ ദ വേൾഡ് ഇൻ റിലേറ്റഡ് ടു ദ പ്ലാന്റ് സ്പീഷീസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മക്കളെ? Our country India is one of the 12 mega biodiversity country in the world എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? With about 47,000 plant species were there in India. ഓക്കെ, അതുകൊണ്ട് തന്നെ വേൾഡിൽ ഇന്ത്യയുടെ ഈ പ്ലാന്റ് സ്പീഷീസിന്റെ കാര്യത്തില്, പ്ലാന്റ് ഡൈവേഴ്സിറ്റിന്റെ കാര്യത്തില് ഇന്ത്യയുടെ പൊസിഷൻ എത്രാമത്തെയാണ്? 10th പൊസിഷൻ ആണ് അല്ലെ. വേൾഡ് വൈസ് നോക്കുമ്പോ ഏഷ്യൻ കൺട്രീസിന്റെ ഇതിൽ നോക്കുമ്പോ 4th പൊസിഷൻ ആണ് അല്ലെ ഇന്ത്യക്ക് പ്ലാന്റ് ഡൈവേഴ്സിറ്റി റിലേറ്റഡ് നോക്കുമ്പോ റാങ്കിങ്. ഓക്കെ, ഇതാണ് പ്ലാന്റ് ഡൈവേഴ്സിറ്റി. എത്ര ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആണല്ലേ നമ്മുടെ ഇന്ത്യയിലുള്ള. ജാസ്മിൻ, റോസ്, ലില്ലി, സൺഫ്ലവർ, അങ്ങനെ പല ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു 47,000 സ്പീഷീസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിലെ പ്ലാന്റ് ഡൈവേഴ്സിറ്റിയിൽ. അതിൽ 10th പൊസിഷൻ ആണ് വേൾഡ് വൈസ് ആൻഡ് ഏഷ്യ ഇറ്റ് ഈസ് 4th പൊസിഷൻ. ഓക്കെ, ആൻഡ് there are about 15,000 flowering plants in India. Okay, 15,000 species of flowering, അല്ലെ, പൂവിടുന്ന കുറെ ഫ്ലവേഴ്സ് ഉണ്ട്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഉണ്ട് ഫ്ലവേഴ്സ് ചെയ്യുന്നത്. അത് എത്ര ഉണ്ട് എന്നാ പറയുന്നത്? 15,000 ഉണ്ട് എന്നാ പറയുന്നത് അല്ലെ. And which account for 6% in the world's total number of flowering plants. ലോകത്തുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സിന് 6% എവിടെയാണുള്ളത്? നമ്മുടെ ഇന്ത്യയിലാണ് അല്ലെ ഉള്ളത്. 15,000 ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. And next point, the country has many non-flowering plants. ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സും ഉണ്ടാവും, ഫ്ലവർ ചെയ്യാത്ത പ്ലാന്റ്സും ഉണ്ടാവും. ഏതൊക്കെയാണ് എക്സാമ്പിൾ മക്കൾ പറഞ്ഞേ? ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫേൺസ്, ആൽഗെ ആൻഡ് ഫംഗി. ഫ്ലവർ ചെയ്യാത്ത പ്ലാന്റ്സ് ഏതൊക്കെയാ മക്കള് പറഞ്ഞേ? ഫസ്റ്റ് വൺ ഫേൺസ്, FERNS, ഫേൺസ്. നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ ഫേൺസ്, FERNS. പിന്നെ ആൽഗെ, ALGAE. പിന്നെയോ മക്കളെ ആൻഡ് ഫംഗി, FUNGI. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? there are 15,000 flowering plants in India. പിന്നെ അതില് വേൾഡ്സ് ടോട്ടൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ 6% എവിടെയാണുള്ളത്? ഇന്ത്യയിലാണല്ലേ ഉള്ളത്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ദ കൺട്രി ഹാസ് മെനി നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മുടെ ഇന്ത്യയില്
15,000 ഫ്ലവറിംഗ് പ്ലാന്റ്സ് മാത്രമല്ലത്, നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സും ഉണ്ട്. ഏതൊക്കെയാണ് എക്സാമ്പിൾ ചോദിച്ചോ മക്കളെ? ഏതൊക്കെയാ പറയാ? ഫേൺസ്, ആൽഗേ ആൻഡ് ഫംഗി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ? ഇതാണ് നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, ഫേൺസ് പോലുള്ള പ്ലാന്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ ഇപ്പൊ പ്ലാന്റ് ഡൈവേഴ്സിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. 15,000 ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്. വേൾഡില് പ്ലാന്റ് ഡൈവേഴ്സിറ്റി, വേൾഡ്സിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ 6% ഇന്ത്യയിലാണ് അടങ്ങുന്നതെന്ന് പറഞ്ഞു. നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ് മക്കളെ? ഇറ്റ് ഈസ് അബൌട്ട് ആനിമൽ സ്പീഷീസ്. അതിന്റെ എണ്ണത്തെ കുറിച്ചും അതിന്റെ ഡൈവേഴ്സിറ്റിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, India also has approximately 90,000 species of animals. ഇന്ത്യയില് 90,000 പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞത് 47,000 ഡൈവേഴ്സിറ്റി ആണെങ്കിൽ കൂടുതൽ ഏതാണുള്ളത്? ആനിമൽ സ്പീഷീസ് ആണ്. എത്രയെണ്ണം? 90,000 അല്ലെ? സ്പീഷീസ് ഓഫ് ആനിമൽസ് as well as rich variety of fish in its fresh and marine waters. അതുപോലെ തന്നെ ആനിമൽസിന്റെ എണ്ണം പോലെ തന്നെ കൂടുതലാണ് ഫിഷ് വെറൈറ്റീസ്, ഫിഷ് സ്പീഷീസിന്റെ കാര്യത്തിലും ഇന്ത്യയില് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 47,000 പ്ലാന്റ് ഡൈവേഴ്സിറ്റി ആണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സും ഉണ്ട്, നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സും ഉണ്ട്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനിമൽ സ്പീഷീസിന്റെ കാര്യത്തില് എത്ര എണ്ണം? 90,000 ആണ് അല്ലെ. അതുപോലെ തന്നെ ആനിമൽസിന്റെ എണ്ണം പോലെ തന്നെ കൂടുതലാണ് ഫിഷ് വെറൈറ്റീസ്. പല ടൈപ്സ് ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫിഷ് എക്സിസ്റ്റ് ഇൻ സബ് മെറൈൻ വാട്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചാണ്. എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ? ഓക്കെ, natural vegetation refers to a plant community which has grown naturally without human aid and has been left undisturbed by humans for a long time. എന്ന് വെച്ചാല് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ആര് സഹായം വേണ്ട? മനുഷ്യർ നട്ടു വളർത്തേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇത് എത്ര കാലം നല്ല രീതിയിൽ അത് പടർന്നു പന്തലിക്കുമ്പോഴും മനുഷ്യരുടെ സഹായം ഇതിനാവശ്യമില്ല അല്ലെ. നാച്ചുറലി വളരുന്ന കമ്മ്യൂണിറ്റിയാണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരുണ്ട്, വെർജിൻ വെജിറ്റേഷൻ എന്ന് വെച്ചാല് ആരുടെയും ഹെൽപ്പ് ഇതിന് വേണ്ട, സ്വന്തം നാച്ചുറലി അത് ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന്. അതുകൊണ്ടാണ് അതിനെ വെർജിൻ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. വെർജിൻ സ്പെല്ലിംഗ് എന്താണ് മക്കളെ? VIRGIN. വെജിറ്റേഷനോ VEGETATION. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് മക്കളെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇറ്റ് റിഫേഴ്സ് ടു എ പ്ലാന്റ് കമ്മ്യൂണിറ്റി, ഒരു പ്ലാന്റ് ഫാമിലിനെ റെഫർ ചെയ്യുന്നതാണ് നാച്ചുറൽ വെജിറ്റേഷൻ. എന്ന് വെച്ചാൽ അതിന് മനുഷ്യന് സപ്പോർട്ട് വേണോ? അതിന് വളരാൻ വേണ്ടല്ലേ. ഇറ്റ് ഡസന്റ് റിക്വയർ ദ സപ്പോർട്ട് ഓഫ് ഹ്യൂമൻ എയ്ഡ് ആൻഡ് it has been left undisturbed by humans for a long time, and this natural vegetation is also called as what? എന്താണ് ടീച്ചർ പറഞ്ഞ നമുക്ക് പറഞ്ഞേ? വെർജിൻ വെജിറ്റേഷൻ എന്നാണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇനി എന്താണ് ഫ്ലോറ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയാലോ? The term flora is used to denote plants of a particular region or period. ഫ്ലോറ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പ്ലാന്റ് സ്പീഷീസിനെ റിഫർ ചെയ്യുന്ന ടേം ആണ് എന്ത് മക്കളെ? ഫ്ലോറ. സ്പെല്ലിംഗ് എന്താ മക്കളെ? FLORA. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. അപ്പൊ നമ്മൾ പ്ലാന്റ് സ്പീഷീസിനെ വിളിക്കുന്ന ടേം എന്ന് പറയുന്നത് ഫ്ലോറ എന്ന് പറഞ്ഞു. ഇനി ആനിമൽ സ്പീഷീസിനെ റിഫർ ചെയ്യുന്ന ടേം എന്താ മക്കള്? പറഞ്ഞേ അറിയുന്നവര് പറഞ്ഞേ. ഇറ്റ് ഈസ് the species of animals are referred to as fauna. സ്പെല്ലിംഗ് എന്താ? FAUNA. ഓക്കെ, ഫ്ലോറ എന്ന് പറയുമ്പോ അത് പ്ലാന്റ് സ്പീഷീസിനെയാണ് റിഫർ ചെയ്യുന്നത്.
ഫോണ എന്ന് പറയുമ്പോൾ, ഫ്ലോറ എന്ന് പറയുമ്പോൾ പ്ലാന്റ് സ്പീഷീസിനാണെങ്കിൽ ഫോണ എന്ന് പറയുന്നത് ആനിമൽ സ്പീഷീസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. മക്കൾ ഓർത്താ മതി കേട്ടോ. It is the term flora is used to denote plants of a particular region or a period, and the species of animals has been referred to as fauna. Okay, next slide. ഇനി പല ടൈപ്സ് ഓഫ് പ്ലാന്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതിന് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പഠിച്ചാലോ? ഓക്കെ, ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ എന്തൊക്കെയാണ്? Types of vegetation. First one, tropical evergreen forest. Okay, tropical evergreen forest ആണ് types of vegetation. First one. And second one, മക്കൾ നോക്കിക്കേ, tropical deciduous forest. Okay, tropical deciduous forest. And third one, tropical thorn forest and scrubs. Tropical thorn forest and scrubs. And fourth one, it is montane forest. Fourth one ഏതാണ് മക്കളെ? montane forest. And fifth one, mangrove forest. And fifth one, it is mangrove forest. അപ്പൊ നമ്മൾ ഏതൊക്കെ types of vegetation ആണ് പറഞ്ഞത്? There is 5 types of vegetation. First one, tropical evergreen forest. Okay, tropical evergreen spelling എന്താണ്? TROPICAL, evergreen EVERGREEN. Okay, and tropical deciduous spelling എന്താണ്? DECIDUOUS. Okay, പിന്നെ thorn forest simple ആണല്ലോ. mountain spelling MONTANE. Okay, mangrove forest, mangrove spelling പറഞ്ഞേ MANGROVE. Okay, അപ്പൊ നമുക്ക് ഈ ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ മക്കളെ. ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ടേം ചെയ്യുന്നത്, റിഫർ ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫോറസ്റ്റിനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ? ഓക്കെ, കം ഓൺ. And this forest are restricted to heavy rainfall. Okay, it is restricted to heavy rainfall areas of Western Ghats and the island groups of Lakshadweep, Andaman and Nicobar, upper parts of Assam and Tamil Nadu coast. എന്ന് വെച്ചാൽ നല്ല മഴ ഇതിന് ആവശ്യമാണ്. ഹെവി റെയിൻഫോൾ ഇസ് നീഡഡ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ദാറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. എവിടൊക്കെയാണ് ഇത്തരത്തിലുള്ള എവർഗ്രീൻ ഫോറസ്റ്റ് കാണപ്പെടുന്നത് മക്കൾ പറഞ്ഞേ? ഫസ്റ്റ് വൺ, വെസ്റ്റേൺ ഗാർഡ്സ്. പിന്നെ സെക്കൻഡ് വൺ, ഐലൻഡ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ഏതാണ്? ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആൻഡ് തമിഴ്നാടു കോസ്റ്റ് അല്ലെ, ആസാമിന്റെ അപ്പർ പാർട്സിലും. ആൻഡ് ഫോർത്ത് വൺ, തമിഴ്നാടു കോസ്റ്റിലൊക്കെ ഇത്തരത്തിലുള്ള ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതിന് മെയിൻലി ഹെവി റെയിൻഫോൾ ആവശ്യമാണ്. ഏതൊക്കെ ഏരിയാസിലാണ് ഇത്തരത്തിലുള്ള ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് കാണപ്പെടുന്നത് മക്കളെ? വെസ്റ്റേൺ ഗഡ്സ് അല്ലെ, പിന്നെയോ ഐലൻഡ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ലക്ഷദ്വീപ്, Andaman and Nicobar Islands, upper parts of Assam and Tamil Nadu coast. Okay, next, ഇതാണ് കേട്ടോ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം അല്ലെ. ഇതിനെ കുറിച്ച് ഇത്തരത്തിൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറെ പോയിന്റ്സ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്തരത്തിലുള്ള എവർഗ്രീൻ ട്രീസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ദ ട്രീസ് റീച്ച് ഗ്രേറ്റ് ഹൈറ്റ്സ് അപ് ടു മീറ്റേഴ്സ് ഓർ ഈവൻ എബവ്. ഇതെന്ന് വെച്ചാൽ വലിയ മരത്തടികളായിരിക്കും, നല്ല ഉയരായിരിക്കും കേട്ടോ എവർഗ്രീൻ ഫോറസ്റ്റിന്, എവർഗ്രീൻ ട്രീസിന്. ഈ ഒരു റീജിയന്റെ, ഈ ഒരു പ്രദേശം, ഇത്തരത്തിലുള്ള എവർഗ്രീൻ ഫോറസ്റ്റുള്ള ഏരിയന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാം ആൻഡ് വെറ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ഇയർ. ഇറ്റ് ഹാസ് എ ലക്ഷൂറിയന്റ് വെജിറ്റേഷൻ ഓഫ് ഓൾ കൈൻഡ്സ് അല്ലെ. ഇത്തരത്തിലുള്ള എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ടൈപ്സ് ഓഫ് ട്രീസ് എന്ന് പറയുന്നത് എത്തരത്തിലുള്ള ട്രീസ് ആണ്? ട്രീസും സ്ട്രബ്സും ക്രീപ്പേഴ്സ്, ഗിവിംഗ് ഇറ്റ് എ മൾട്ടി ലെയർഡ് സ്ട്രക്ചർ. ഈ ഒരു എവർഗ്രീൻ ഫോറസ്റ്റിന് ഒരു സ്ട്രക്ചർ, ഘടന ഉണ്ടാക്കി കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ട്രീസ്, സ്ക്രാബ്സ് ആൻഡ് ക്രീപ്പേഴ്സ് ആണെന്ന് മക്കൾ ഓർക്കണം. ഓക്കെ, അപ്പോ ദ ട്രീസ് റീച്ച് ഗ്രേറ്റ് ഹൈറ്റ് ആൻഡ് സിൻസ് ദ റീജിയൻ ഇസ് വാം ആൻഡ് വെറ്റ് throughout the year, it needs heavy rainfall. Okay, പിന്നെ ഇതില്
പല ടൈപ്സ് ഓഫ് തിങ്സ് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ ട്രീസ് ഉണ്ടാവുന്നത്. എന്തൊക്കെ കൂടിയിട്ട്? ട്രീസ്, shrubs and creepers. ഓക്കെ, പിന്നെ there is no definite time for trees to shed their leaves. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവും ഓരോ സീസണിലായിരിക്കും മരങ്ങള് അവരുടെ ഇല പൊഴിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള ട്രീസിന് ഒരു പ്രത്യേക സീസൺ ഒന്നും ആവശ്യമില്ല ലീവ്സ് ഒക്കെ ഷെഡ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, as such this forest appear green all the year round. എല്ലാ വർഷവും അല്ലെ അത് പച്ചപ്പ് നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ എന്തൊക്കെയാ മക്കളെ ഡിസ്കസ് ചെയ്തത്? there is no definite times for trees to shed their leaves. As such these forests appear green all the year round. Okay, നെക്സ്റ്റ്, ഏതൊക്കെ ട്രീസ് ആണ് ഈ ഒരു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ ഉണ്ടാവുന്ന ട്രീസ് ഏതൊക്കെയാണ്? നല്ല ഉയരത്തിലുള്ള മക്കൾക്ക് അറിയുന്ന പറഞ്ഞേ. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എബണി. എബണി സ്പെല്ലിംഗ് എന്താ? EBONY. ആൻഡ് സെക്കൻഡ് വൺ മക്കൾക്ക് അറിയാല്ലേ? സെക്കൻഡ് വൺ മഹാഗണി. മഹാഗണി എന്താ സ്പെല്ലിംഗ്? MAHOGANY. and third one rosewood. അതിന്റെ സ്പെല്ലിംഗ് മക്കൾക്ക് അറിയില്ലേ? rosewood. and fourth evergreen forest tree, it is rubber. Okay, and fifth one it is cinchona. cinchona CINCHONA. Okay, അപ്പൊ നമ്മൾ ഏതൊക്കെ ട്രീസിനെ കുറിച്ചാ പറഞ്ഞത്? എവർഗ്രീൻ ഫോറസ്റ്റിലുള്ള ട്രീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ മക്കൾ പറഞ്ഞ എബണി EBONY. സെക്കൻഡ് വൺ മഹാഗണി. ആൻഡ് തേർഡ് വൺ rosewood. fourth one rubber. fifth one cinchona. Okay, അപ്പൊ ഇത്തരത്തിലുള്ള എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ആനിമൽ സ്പീഷീസ് ഏതാ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഇറ്റ് ഈസ് ദ കോമൺ ആനിമൽസ് ഫൗണ്ട് ഇൻ ദീസ് ഫോറസ്റ്റ് ആർ എലിഫന്റ്. ആനകളെ കാണാറുണ്ട്. പിന്നെ സെക്കൻഡ് വൺ monkey. ആൻഡ് തേർഡ് വൺ lemur. ആൻഡ് ഫോർത്ത് വൺ deer. അപ്പൊ ഏതൊക്കെ ആനിമൽ സ്പീഷീസിനെയാണ് നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണാറുള്ളത്? ഫസ്റ്റ് വൺ elephant, second one monkey, third one lemur, and fourth one deer. Okay, ഒരു വൺ ടൈപ്പ് ഓഫ് ആനിമൽ മാത്രം പ്രത്യേക സ്റ്റേറ്റിലുള്ള എവർഗ്രീൻ ഫോറസ്റ്റിനാണ് കാണപ്പെടാറ്. ഏതൊക്കെ ജംഗിളിലാണ് ആ ഒരു ആനിമൽ കാണപ്പെടുക നോക്കിയാലോ? ഇറ്റ് ഈസ് വൺ ഹോൺഡ് rhinoceros. Okay, it is found in the jungles of Assam and West Bengal. ആണ് one horned rhinoceros കാണുന്നത്, അത്തരത്തിൽ ആനിമലിനെ കാണുന്നത്. ഓക്കെ, അപ്പൊ ആനിമൽസ് അല്ലാതെ വേറെ ഏതൊക്കെ സ്പീഷീസ് ആണ് എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണുന്നത് മക്കളെ? ഇറ്റ് ഈസ് പ്ലന്റി ഓഫ് ബേർഡ്സ്. പലതരത്തിലുള്ള പക്ഷികളുണ്ട് അല്ലെ? പിന്നെ ബാറ്റ്സ് ഉണ്ട്, വവ്വാലുകള്. ആൻഡ് സ്ലോത്ത് and scorpions, snails are also found in these jungles. അല്ലെ, ആസാമിലും വെസ്റ്റ് ബംഗാളിലുള്ള ജംഗിൾസില് ഈ ഒരു ആനിമൽസ് മാത്രമല്ല, ബേർഡ്സും ബാറ്റ്സും സ്ലോത്തും സ്കോർപ്പിയനും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നേട്ടാ പറയുന്നത്. അപ്പൊ എന്തൊക്കെ ആനിമൽസ് നമ്മൾ പറഞ്ഞത്? എലിഫന്റ്, monkey, lemur and deer, and one horned rhinoceros are found in the jungles of Assam and West Bengal. പിന്നെ plenty of birdsും സ്ലോത്തും സ്കോർപ്പിയനും ഒക്കെ ഇവിടെയുള്ള ജംഗിൾസില് എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ഉള്ളില് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അനദർ ട്രീ ഫാമിലി എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ്. ഓക്കെ, അതിന്റെ ഫീച്ചർ നമുക്ക് ഓരോന്നായിട്ട് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ജംഗിൾസിലും അല്ലെ ഫോറസ്റ്റിലും കാണപ്പെടുന്ന ഒരു ടൈപ്പ് ട്രീസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ആർ ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഫോറസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കൂടുതൽ കാണപ്പെടുന്ന ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഏതാ മക്കളായിട്ട്? ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ്. ഓക്കെ, ഇതിന് മറ്റൊരു പേരും കൂടെ പറയാറുണ്ട്. ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റിന് മറ്റൊരു പേര് പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ്
monsoon forest. ഇതിന് മറ്റൊരു പേര് പറയാറുണ്ട്. Tropical deciduous forest is also known as monsoon forest. Okay. And it spread over the region, receiving rainfall between 200 centimeter and 70 centimeter. ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് നിലനിൽക്കണമെങ്കിൽ അതിന് കുറെ വെള്ളം ആവശ്യമാണ്. അപ്പോ ഹെവി റെയിൻഫോൾ ഉള്ള 200 സെന്റിമീറ്റർ 70 സെന്റിമീറ്റർ ഒക്കെ കിട്ടുന്ന ഹെവി റെയിൻഫോൾ ഉള്ള റീജിയൻസിലെ ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത മക്കളെ? These are the most widespread forest of India എന്ന് പറഞ്ഞു. And they are also called as a monsoon forest. Okay, and it spread over the region that receiving heavy rainfall between 200 centimeter and 70 centimeter. Okay, deciduous forest ന്റെ ഒരു പിക്ചറൈസേഷൻ ആണ് കേട്ടോ മക്കളെ ഇത്. Okay, next സ്ലൈഡിലേക്ക് പോയാലോ ഇനി നമുക്ക്? Okay, അപ്പൊ നമ്മൾ പറഞ്ഞു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിന് ഇല പൊഴിക്കാനൊന്നും പ്രത്യേക സീസണിന്റെ ആവശ്യമില്ല. പക്ഷേ ഈ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റിന് സ്പെസിഫിക് സീസൺ ആവശ്യമുണ്ട്. ട്രീസ് ഈ ലീവ്സ് ഒക്കെ പൊഴിക്കാൻ വേണ്ടിട്ട്. ട്രീസ് ഓഫ് ദിസ് ഫോറസ്റ്റ് ടൈപ്പ് ഷെഡ് ദിയർ ലീവ്സ് ഫോർ അബൌട്ട് 6 to 8 weeks in dry summer. അപ്പൊ ഡ്രൈ സമ്മറിലാണ് ഇത് ഇലകൾ പൊഴിക്കുന്നത്. ഈ ഒരു ആഴ്ച, എത്ര ആഴ്ച കൂടുമ്പാണ് അത് ഇല പൊഴിക്കാറ് ഡെസിഡ്യൂസ് ഫോറസ്റ്റില്? It needs 6 to 8 weeks in order to shed their leaves. Okay. On the availability of water, this forests are further divided into moist and dry deciduous. Okay, എന്ന് വെച്ചാല് വെള്ളത്തിന്റെ ലഭ്യതക്കനുസരിച്ച് ഈ ഫോറസ്റ്റ് രണ്ട് തരത്തിലായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ മോയിസ്റ്റ്, സെക്കൻഡ് വൺ ഡ്രൈ deciduous. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് സമ്മർ സീസണില് 6 to 8 weeks എടുക്കും ട്രീസ് ഇലകൾ പൊഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ഈ ഫോറസ്റ്റ് രണ്ടായി തിരിക്കുന്നു. ഇറ്റ് ഈസ് മോയിസ്റ്റ് ആൻഡ് ഡ്രൈ deciduous. ഓക്കെ, പിന്നെ ഈ മോയിസ്റ്റ് ഫോറസ്റ്റ് കാണപ്പെടുന്നത് എവിടെയാണ്? And the former is found in areas receiving rainfall between 200 and 100 centimeter. Moist deciduous forest കാണപ്പെടുന്നത് കൂടുതൽ മഴ ലഭിക്കുന്ന 200 and 100 centimeter വരെ അളവിൽ മഴ ലഭിക്കുന്ന സ്ഥലത്താണ് നമ്മൾ മോയിസ്റ്റ് deciduous ഫോറസ്റ്റ് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. മോയിസ്റ്റ് deciduous ഫോറസ്റ്റ് അതിന്റെ ഫീച്ചർ ആണ് പറയുന്നത്. എന്ത് മക്കളെ? ഇറ്റ് ഈസ് the former, the moist deciduous forest is found in areas receiving rainfall between 200 and 100 centimeter. Okay, next one. അപ്പോ ഈ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണപ്പെടുന്ന റീജിയൻസ്, പ്ലേസസ് ഏതൊക്കെയാ നോക്കിയാലോ? And this forest exists therefore mostly in eastern part of the country. നമ്മുടെ രാജ്യത്തിന്റെ ഈസ്റ്റേൺ പാർട്ടിലുള്ള കുറെ സ്റ്റേറ്റിലാണ് ഇത് കാണപ്പെടുന്നത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഏതൊക്കെ? ഹിമാലയാസിലും, ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ഒഡീഷ, ഛത്തീസ്ഗഡ്, on the eastern slopes of western ഘട്ട്സിലാണ് കൂടുതലായിട്ട് മോയിസ്റ്റ് deciduous ഫോറസ്റ്റ് കാണപ്പെടുന്ന. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ മക്കളെ ഏതൊക്കെ പറയും? It is on the foothills of the Himalayas, and second one Jharkhand, and third one West Odisha, and fourth one Chhattisgarh, and fifth one eastern slopes of western Ghats. Okay, ഇത്തരത്തിലുള്ള മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞ ഏത് പറയാം? ടീക്ക് പറയാം അല്ലെ? ടീക്ക് is the most dominant species of this forest. ഇത്തരത്തിലുള്ള ട്രോപ്പിക്കൽ deciduous ഫോറസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ടീക്ക് ആണ്. പിന്നെ സെക്കൻഡ് വൺ ടീക്ക് അല്ലാതെ വേറെ എന്തൊക്കെയുണ്ട് deciduous ഫോറസ്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ട്? ബാംബൂസ്, മക്കറിയില്ലേ? ബാംബൂസ് ആൻഡ് സാൽ and shisham, sandalwood, kair, kusum,
അർജുൻ, മൾബറി ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇത്തരത്തിലുള്ള ഡെസിഡുവസ് ഫോറസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് ബാംബൂസ്, സാൽ, അർജുൻ, മൾബറി, സാൻഡൽവുഡ്, ടീക്ക് ഒക്കെ. ഓക്കെ, പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു മോയിസ്റ്റ് ഫോറസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ ഇവിടെ പറഞ്ഞത്. എക്സാമ്പിൾസ് ഓഫ് മോയിസ്റ്റ് ഫോറസ്റ്റ് എന്ന് നോട്ടിൽ എഴുതിയിട്ട് എന്തൊക്കെ പറയണം? ടീക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫോറസ്റ്റിന്റെ മെയിൻ സ്പീഷീസ് എന്ന് പറയുന്നത് ടീക്ക് ആണ്. അതല്ലാതെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇമ്പോർട്ടന്റ് സ്പീഷീസ് ഓഫ് ട്രീസ് മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്? ബാംബൂസ്, അർജുൻ, ശീശം, സാൽ ആൻഡ് സാൻഡൽവുഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇറ്റ് ഇസ് നെക്സ്റ്റ് type of tropical deciduous forest. It is the dry deciduous forest. കൂടുതൽ കാണപ്പെടുന്നത് ഏത് ഏരിയാസിലാണ്? It is having rainfall between 100 centimeter and 70 centimeter rainfall മതി ഇത്തരത്തിലുള്ള ഫോറസ്റ്റിന്. ഓക്കെ, കൂടുതൽ കാണപ്പെടുന്നത് കാണപ്പെടുന്നത് പെനിൻസുല പ്ലാറ്റ്യൂ ആൻഡ് ദ പ്ലെയിൻസ് ഓഫ് ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ്. ഇത്തരത്തിലുള്ള ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത് ഫസ്റ്റ് വൺ ദിസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ദ റെയിനിയർ പാർട്സ്. കൂടുതൽ മഴ ലഭിക്കുന്ന പാർട്സ് ആയിട്ടുള്ള പെനിൻസുല പ്ലാറ്റ്യൂലും പ്ലെയിൻസ് ഓഫ് ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ് ഇത്തരത്തിലുള്ള ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്. ഓക്കെ, ദ ഡ്രൈ deciduous forest is found in areas having rainfall between 100 centimeter and 70 centimeter. And second point, this forest are found in the rainier parts of Peninsula Plateau and the plains of Bihar and Uttar Pradesh എന്ന് മക്കൾ മറക്കരുത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റില് വളരുന്ന സ്പീഷീസ് ഏതൊക്കെയാ നോക്കിയാലോ? There are open stretches in which teak, sal, peepal and neem ഒക്കെ ഇതിൽ പെടും. Okay, teak, sal and peepal and neem types of trees dry deciduousലും ഉൾപ്പെടുന്നുണ്ട്. Teak, sal, peepal and neem. Okay, it is the types of dry deciduous forest. Okay, a large part of this region has been cleared for cultivation. ഇത്തരത്തിലുള്ള ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റിന്റെ ഒരു ഭാഗം കൃഷി ചെയ്യാൻ വേണ്ടി ക്ലിയർ ചെയ്തു വെക്കുന്നു. Some parts is used for cattle rearing. Okay, dry deciduous ഫോറസ്റ്റിന്റെ ഒരു ഭാഗം കൾട്ടിവേഷനും ഒരു ഭാഗം കാറ്റൽ റിയറിംഗിനുമായിട്ട് മാറ്റി വെക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ആനിമൽ സ്പീഷീസ് ഏതൊക്കെയാ നോക്കിയാലോ? In this forest, common animals that are found are lion, tiger, pig, deer and elephant. Okay, അപ്പൊ എന്തൊക്കെ ടൈപ്പ് ഓഫ് ആനിമൽ സ്പീഷീസിനെയാണ് നമുക്ക് ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റിൽ കാണാൻ പറ്റുന്നത് മക്കളെ? ഫസ്റ്റ് വൺ ലയോൺ ആൻഡ് സെക്കൻഡ് വൺ ടൈഗർ, third one pig, fourth one deer and fifth one elephant. അപ്പോ അത് കൂടാതെ huge varieties of plants. Okay, ഇത് ആനിമൽ സ്പീഷീസ് അല്ലാതെ huge varieties of different kinds of birds ഇവിടെ കാണാം. ലിസാർഡ്സിനെ കാണാൻ പറ്റുമോ? പറ്റും. And snakes and tortoise is also available in this area. Okay, ഇത്തരത്തിലുള്ള ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ആനിമൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ലയൺ, ടൈഗർ, പിഗ്, ഡിയർ ആൻഡ് എലിഫന്റ്. ആൻഡ് ബേർഡ് സ്പീഷീസ്, പല ടൈപ്സ് ഓഫ് ബേർഡ് സ്പീഷീസ് കാണാം അവിടെ. ലിസാർഡ്സിന് കാണാം, സ്നേക്സിന് കാണാം ആൻഡ് ടോർട്ടോയിസിന് ഒക്കെ ഈ ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റിൽ നമുക്ക് കാണാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിനെ കുറിച്ചും പിന്നെ എന്താണ് പല പ്ലാന്റ് ഡൈവേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ആനിമൽ സ്പീഷീസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് types of vegetation,
Okay, types of vegetation. Okay. എന്തൊക്കെ ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിനെ കുറിച്ചും ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിനെ കുറിച്ചും ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഓക്കെ, അപ്പൊ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ മക്കൾക്ക് അറിയുന്ന ഓരോ ഇത് പറഞ്ഞേ. ഇറ്റ് ഈസ് വെരി ഗുഡ്, എബണി. പിന്നെ സെക്കൻഡ് വൺ മഹാഗണി അല്ലേ. പിന്നെ തേർഡ് വൺ റബ്ബർ. ഫോർത്ത് വൺ സാൻഡൽവുഡ്, റോസ്വുഡ്. ഒക്കെ ഇത്തരത്തിലുള്ള നല്ല ഹൈറ്റുള്ള മരങ്ങളാണ് അല്ലെ. പിന്നെ ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ് രണ്ട് ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു, മോയിസ്റ്റ് ആൻഡ് ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ് അല്ലെ. ടു കൈൻഡ്സ്. ഏതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത മക്കളെ പറഞ്ഞേ. ഇറ്റ് ഈസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ്. രണ്ടായിട്ട് ഡെസിഡുവസ് ഫോറസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ് ആയിട്ടും ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന്റെ മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റിലുള്ള ആനിമൽ സ്പീഷീസിനെ കുറിച്ചും അല്ലെ. ഡ്രൈ ഡെസിഡുവസ് എന്ന് പറയുമ്പോൾ പെനിൻസുല പ്ലാറ്റ്യൂലൊക്കെ പെനിൻസുല, പ്ലാറ്റ്യൂ. ഓക്കെ, പിന്നെ മോയിസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, വെസ്റ്റ് ബംഗാൾ അങ്ങനെയുള്ള സ്ഥലങ്ങളത് നമ്മൾ പറഞ്ഞു അല്ലെ. മോയിസ്റ്റിന്റെ അല്ലെ ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് കൂടുതൽ കാണപ്പെടുന്നത് ഏതാ, നമ്മൾ മോയിസ്റ്റിന്റെ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ. മോയിസ്റ്റിന്റെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് വെസ്റ്റേൺ ഗഡ്സ് അല്ലെ, വെസ്റ്റ് ഒഡീഷ, ഹിമാലയ, ഛത്തീസ്ഗഡ് ഒക്കെയാണ് പറഞ്ഞത്. വെസ്റ്റ് ഒഡീഷ പറഞ്ഞു അല്ലെ, ഒഡീഷ, ഹിമാലയ, ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്തൊക്കെ മക്കളെ, മെയിൻലി നമ്മൾ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ എക്സാമ്പിൾസ് ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ഇറ്റ് ഈസ് ebony, mahogany, rubber, rosewood. പിന്നെ two kinds of tropical deciduous forest നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ moist deciduous forest and next one it is dry deciduous forest. അത് എവിടേക്കാ കാണപ്പെടുക, വെസ്റ്റ് ഒഡീഷ ആൻഡ് ഹിമാലയ. പിന്നെ ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ് പെനിൻസുല പ്ലാറ്റ്യൂ, ഛത്തീസ്ഗഡ് അവിടെയൊക്കെയാണ് കാണപ്പെടുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ബാക്കിയുള്ള ഫോറസ്റ്റിനെ കുറിച്ച്, ഫോറസ്റ്റ് ഫാമിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.